ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഏത് പേപ്പറിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിനെ ഒരിക്കലും ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല. ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചല്ല, എന്ത് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് വരും. നമ്മൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമ്മളതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. So, a continuous random variable x is defined to be normally distributed if its probability density function is given by f of x is equal to 1 by sigma root 2 pi e raised to minus x minus mu the whole square divided by 2 sigma square. അവിടെ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെയാണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്, മ്യൂവും സിഗ്മയും. ഈ മ്യൂവിൻ്റെ റേഞ്ചും -∞ ടു +∞ ആണ്. വേറാസ് സിഗ്മയുടെ റേഞ്ച് എന്ന് പറയുന്നത് >0. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ബിക്കോസ് സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസ് ഇസ് എ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് വാല്യൂ ആണ് വേരിയൻസ്. സോ ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് >0. നെക്സ്റ്റ് നമ്മൾ എക്സ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ സിംബോളിക്കലി റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഫോളോസ് നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, അല്ലെങ്കിൽ എക്സ് ഫോളോസ് നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻറ്റ് സിഗ്മ സ്ക്വയർ. സോ ഇതാണ് രണ്ട് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. സോ അതിനെ റീഡ് ചെയ്യുന്നത് എക്സ് ഫോളോസ് നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻറ്റ് സിഗ്മ സ്ക്വയർ ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ സ്ക്വയർ. ഏതാണോ നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കതിനെ വായിക്കാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതാണ് PDF എന്ന് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെയുള്ള വാല്യൂസാണ് എക്സ് എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് അറിയാത്തത് ആയിട്ടുള്ളത് സിഗ്മയും മ്യൂവും മാത്രമാണ്. ദ മീൻ എന്ന് പറയുന്ന മ്യൂവും സിഗ്മയുമാണ് നമുക്ക് അറിയത്തില്ലാത്ത രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ളത്. സോ ആ പാരാമീറ്റേഴ്സ് കൂടെ നമുക്ക് അറിയുവാണെങ്കിൽ ഈ ഒരു ഷേപ്പ് ഓഫ് ദ കർവ്, ഷേപ്പ് ഓഫ് ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതിന് പിന്നീട് വേറൊന്നും ആവശ്യമില്ല, കാരണം അതിൻ്റെ അകത്ത് അതിൽ ഒന്നും അൺനോൺ ആയിട്ടില്ല, എല്ലാം നോൺ ആയിട്ട് വരും. സോ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് പല വാല്യൂസ് ഓഫ് മ്യൂവിനും സിഗ്മയ്ക്കും നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. സോ എക്സ് ആക്സിസിൽ നോക്കിയാൽ അറിയാം 0, -6, -4, -2, 0, 2, 4, 6. സോ ആ വാല്യൂസിനെയാണ് അവിടെ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കർവ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കർവാണ് അതിലെ. മ്യൂ ഈക്വൽ ടു 0യും സിഗ്മ ഈക്വൽ ടു 1ഉം. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത്. അവിടെ മീൻ എന്ന് പറയുന്നത് 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1ഉമാണ്. സോ പല മ്യൂവിൻ്റെ വാല്യൂസും പല സിഗ്മയുടെ വാല്യൂസിനും അനുസരിച്ച് കർവ് വരച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്ഡ് കർവാണ്. ഈ ഒരു കർവ് കണ്ടാൽ നിങ്ങൾക്കറിയാം അതൊരു ബെൽ ഷേപ്ഡ് കർവാണ്. അത് സ്മൂത്താണ്, അതുപോലെ അത് സിമെട്രിക്കൽ കർവാണ്. എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിന് രണ്ട് സൈഡിലേക്കും അത് ഈ ഒരേപോലെയാണ്, ഒരേ ഷേപ്പാണ്. സോ ഇറ്റ് ഈസ് എ സിമെട്രിക്കൽ കർവ്. ആൻഡ് അത് റേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ് ഇസ് ഈക്വൽ ടു -∞ മുതൽ +∞ വരെയാണ്. സോ ഇതിൻ്റെ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് -∞ റൈറ്റ് എൻഡ് എന്ന് പറയുന്നത് ടു +∞. ഇനി ചില പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ നോർമൽ കർവ് എന്ന് പറയുന്നത് സിമെട്രിക്കൽ എബൌട്ട് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ. ഇനി അതിന് മീനും മീഡിയനും മോഡും ഒക്കെ ഐഡൻറ്റിക്കലാണ്. ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ അറിയാം ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്നുള്ളത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ആൻഡ് ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ആ കേർവ് എടുക്കുന്നതെന്ന് പറയുന്നത് അതേ പോയിൻ്റ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ തന്നെയാണ്. സോ അവിടെ തന്നെയാണ് മോഡ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ലൈനിൻ്റെ രണ്ട് സൈഡിലേക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. സോ അതുകൊണ്ട് തന്നെ മീനും മീഡിയനും മോഡും ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെത് കോയിൻസൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ എഫ് ഓഫ് എക്സ് എടുക്കുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിലാണ്. ഇനി അതിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് വാല്യൂ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇപ്പം നമ്മൾ ആ ഒരു കേർവ് കണ്ടപ്പം എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിലാണ് ആ ഒരു കേർവിൻ്റെ ഏറ്റവും മാക്സിമം എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിൽ ആ എക്സ് ഈക്വൽ ടു മ്യൂവിലെ വാല്യൂ കിട്ടാൻ എന്താ വേണ്ടത്? എഫ് ഓഫ് എക്സിൽ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ നമ്മൾ ചെയ്ത് നോക്കുക. സോ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് ഇ റേസ് ടു 0 എന്നുള്ള ഒരു വാല്യൂ കിട്ടും ഇൻറ്റു 1/σ√2π. സോ അവിടെ നിന്ന് നമുക്ക് കിട്ടും ഈ ഒരു വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂവിലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് മ്യൂ എന്ന് പറയുന്നത് 1/σ√2π എന്ന് കിട്ടും. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ കർവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് -∞ മുതൽ +∞ വരെയാണ്. പിന്നെ ഈ ഒരു കർവ് എന്ന് പറയുന്നത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു കർവ് 0 ടച്ച് ചെയ്യുന്നത് -∞ലും +∞ വരെ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഇറ്റ് ഈസ് നോൺ സീറോ. ആൻഡ് പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് ഈ മൊമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്യൂനെസ്സും കർട്ടോസസും ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ അതിൻ്റെയൊക്കെ വാല്യൂസ് എന്ന് പറയുന്നത് β1 എന്ന് പറയുന്നത് 0യും β2 എന്ന് പറയുന്നത് 3യുമാണ്. സോ ഇതാണ് പ്രോപ്പർട്ടീസ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സം മോർ പ്രോപ്പർട്ടീസ് ആർ ദെയർ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള റിലേഷനും അതുപോലെ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻസുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സെൻട്രൽ മൊമെൻറ്റ്സിനെയും റോ മൊമെൻറ്റ്സിനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓഡ് ഓർഡർ മൊമെൻറ്റ്സ് എന്ന് പറയുന്നതെല്ലാം 0 ആയിരിക്കും. ആൻഡ് ഈവൻ ഓർഡർ മൊമെൻറ്റ്സിൽ നമുക്ക് വാല്യൂ ഉണ്ടാവും. ആൻഡ് പിന്നീട് പറഞ്ഞത് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചൊക്കെയാണ്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ആൻഡ് ദ ലോവർ ആൻഡ് ദ അപ്പർ ക്വാർട്ടൈൽസ് ആർ ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ മീഡിയൻ. അത് നമുക്ക് എന്താണേലും ഉറപ്പായിരിക്കും, കാരണം ഇതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. ആൻഡ് മീഡിയൻ എന്ന് പറയുന്നത് ആ സെൻട്രൽ പോയിൻ്റാണ്. എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്ന പോയിൻ്റാണ്. സോ മീൻ ഡീവിയേഷൻ അല്ല അപ്പർ ക്വാർട്ടൈൽ, ദ ലോവർ ക്വാർട്ടൈലും അപ്പർ ക്വാർട്ടൈലും ഈക്വിഡിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെൻറ്റ്സിനെ കുറിച്ചാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് മൊമെൻറ്റ്സിനെ കുറിച്ചാണ്. സോ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മീന്, വേരിയൻസ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ മീൻ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റഗ്രൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നപ്പം എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് A to B ആയിരുന്നു. സോ അവിടെ ഇൻറ്റഗ്രൽ A to B x f of x dx ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ to +∞ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ കാണാൻ വരുമ്പോൾ ഫുൾ റേഞ്ച് എന്ന് പറയുന്നത് -∞ to +∞. സോ നമുക്ക് ഇവിടെ ഫുൾ സ്റ്റെപ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എക്സിനെ ഞാൻ എക്സ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ എന്ന് വരുന്നു. എന്നുവെച്ചാൽ മ്യൂവിനെ ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്തു. സോ അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കുറച്ചും കൂടി ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. സോ ഇതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 0 ആയി പോവും. നെക്സ്റ്റ് മ്യൂ ഇൻറ്റു -∞ to ∞ f of x dx മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. സോ -∞ to +∞ f of x dx എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് 1. കാരണം എന്താണ്, f of x എന്ന് പറയുന്നത് ഒരു PDF ആണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഇറ്റ് ഓവർ ദ ഫുൾ റേഞ്ച് എന്ന് പറയുന്നത് വിൽ ഈൽഡ് as 1.
സോ അവിടെ നമുക്ക് മ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂ എന്ന് കിട്ടും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. സോ വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ അറിയണം. അല്ലെങ്കിൽ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ഈ രണ്ട് ഫോർമുലാസാണ് നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ ആണെന്ന്. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് -∞ to ∞ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ അത് കുറച്ചൊരു മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമാണ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യാതെ നമുക്ക് കിട്ടത്തില്ല. സോ നമ്മളിവിടെ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ സിഗ്മയ്ക്ക് ഇസഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാവുമ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് ഇസഡ് സിഗ്മ ഡി ഇസഡ് എന്ന് കിട്ടും. സോ അതിനെയൊക്കെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് വരും. ഈ ഒരു ഫോമിൽ നിന്ന് നമുക്ക് പിന്നെയും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇസഡ് സ്ക്വയറിന് നമ്മൾ 2u എന്ന് കൊടുത്തു. അവിടുന്ന് രണ്ടാമത് നമ്മൾ പിന്നെയും എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇത് എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അല്ലാതെ ഇത് ഇവിടെ വീഡിയോയിൽ ഉണ്ടല്ലോ എന്ന് ഓർത്തൊരിക്കലും ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഇത് പ്രോപ്പറായിട്ട് മീനും വേരിയൻസും കണ്ടുപിടിക്കുക. ബിക്കോസ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് മീനും വേരിയൻസ് ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീർന്നിട്ടില്ല. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു. ഇവിടെ PDF മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. PDF-ഉം കുറച്ച് പ്രോപ്പർട്ടീസും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. PDF പ്രോപ്പർട്ടീസ് ആൻഡ് മീനും വേരിയൻസും മാത്രം. There are a lot more to discuss about normal distribution. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അത്ര സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണുമ്പോൾ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ അതിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബിക്കോസ് അത്രയും ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് എല്ലാവരും ഇതൊക്കെ ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ താങ്ക് യു.